അടുത്തത് ഇനി കോട്ടയം പാവയ്ക്ക കൃഷിക്ക് ഒരു ഭീഷണി വരികയാണ്. എന്ത് പറ്റി? ചുമ്മാ ട്രോൾ ചെയ്താ ആകാശപാതയുണ്ട് കോട്ടയത്ത്. കുറെ നാളെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആകാശപാത നിർമ്മിക്കണമെന്ന് വിചാരിച്ച് കമ്പികൾ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. പിന്നെ അതിനെ ട്രോളി എടുക്കുന്നതാണ് കോട്ടയത്ത് ഇത് പാവയ്ക്ക കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് കമ്പി വെച്ചേക്കുന്നത്. അത് കളിയാക്കുന്നതാണ്. അതെ. അപ്പൊ ആ ആകാശപാതയ്ക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. അത് ഉടനെ പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി അഭിപ്രായപ്പെടുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം 10 വർഷത്തിലേറെയായി ആ ഒരു സാധനം അവിടെ അങ്ങനെ ചുമ്മാ വെച്ചിട്ട് കോടിക്കണക്കിന്റെ കമ്പികൾ നിരത്തി വെച്ചൊരു റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഒരു ഉപകാരം ഉണ്ടാകാതെ. എന്നാൽ അത് പൊളിച്ചു നീക്കുക അതുമില്ല. ഈ ചാണ്ടിയുമ്മ വന്ന സമയത്ത് അച്ഛന്റെ ആഗ്രഹമാണ് അത് ഉടനെ പുനഃപ്രവർത്തിപ്പിക്കും അല്ലെങ്കിൽ പുനർനിർമ്മിക്കും എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ അതിന് ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടു. അതൊരു നമുക്ക് പോയാൽ തന്നെ നമുക്ക് ആളുകളുടെ ജീവനെ ബാധിക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും ഒരു കമ്പി വീണാൽ പോലും ആളുകളെ ദൂരം തിരക്കുള്ള സ്ഥലമാണ്. അയ്യോ, ഇവിടെ മുഴുവൻ ബ്ലോക്ക് എല്ലാവരും. ഇത് പോരാ തന്നെ തുരുമ്പും പിടിച്ചു. എല്ലാ കമ്പിയും പിടിച്ചു. അതെത്ര നാളെ തുരുമ്പ് പിടിച്ചിട്ട് എന്നിട്ട് ഒരു സംഭവം പോലെ അതിങ്ങനെ കിടക്കുന്ന ഒരു സ്മാരകം. ഇത് ഞാനല്ലോ കേട്ടോ പാവയ്ക്ക ട്രോൾ ചെയ്ത്. ഇത് കുറെ നാളായിട്ട് പണ്ട് പോലെ ട്രോളാ. പാവയ്ക്ക മാത്രല്ല പല പല ട്രോളുകളുണ്ട്. പാവയ്ക്ക കൃഷി മാത്രമല്ല പലതും നടത്തും. ഇതിപ്പോ കോട്ടയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നല്ല മീനച്ചിലാറിന്റെ പാലമൊക്കെ കാണിച്ചത് കോട്ടയമാണെന്ന് കാണിക്കുന്നത്. ഇപ്പൊ ഈ ഫോട്ടോ ഈ ഫോട്ടോ കാണിച്ചാൽ മതി. കോട്ടയം. ഇത് കോട്ടയം. മേടിച്ചങ്ങ് തരുവല്ല. കോട്ടയംകാരൊക്കെ എല്ലാവരും ഒത്തു നിൽക്കാണ്. ഇത് ഒന്നെങ്കിൽ മാറ്റണം, ഇല്ലെങ്കിൽ ഇത് പുനർനിർമ്മിക്കണം തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം. എന്തിനാണ് ഇത് നിലനിർത്തുന്നത്? ഇങ്ങനെ ഒരു ഇന്റൻഷൻ വേണ്ടേ? എന്തിനാണ് ഇത് നിങ്ങൾ നിലനിർത്തുന്നത് എന്നൊരു കാരണം. അത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എന്തിനത് മനസ്സിലാകുന്നത്? ഒന്നെങ്കിൽ ഇത് പൊളിച്ചു മാറ്റി കളയുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ അത് പണിത് തീർക്കുക. ഇത് രണ്ടും ചെയ്യാതെ ഇങ്ങനെ ജനജീവിതം ഒരുമാതിരി ഭയങ്കരമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകണത്. കാരണം ഒട്ടും സുരക്ഷിതരല്ല അതിലൂടെ പോകുമ്പോ. എപ്പൊ കമ്പി വീണെന്ന് പറയാൻ പറ്റില്ല. ഇനി കമ്പി വീണ് ആയിരിക്കും പറ്റിയിട്ടാണോ പൊളിക്കാൻ പോണത്? ന്യൂസ് ആവത്തുള്ളൂ. ഇതിപ്പോ തന്നെ ന്യൂസ് ആയത് ഒരു സമാധാനം. വിദഗ്ധ സമിതി പറഞ്ഞിട്ടുണ്ട് പൊളിച്ചു നീക്കണമെന്ന്. നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് MIT, ചെന്നൈയിലെ സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ നടത്തിയ ബലപരിശോധന റിപ്പോർട്ട് പരിശോധിച്ചാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് സർക്കാരല്ല, സ്റ്റുഡൻസും അങ്ങനത്തെ വലിയ വലിയ അതോറിറ്റീസുമാണ് ഇത് റിസർച്ച് നടത്തി റിപ്പോർട്ട് നടത്തിയിരിക്കുന്നത്. കോട്ടയത്തിന് ആരാണ്? തോമസ് ചാണ്ടി അല്ലേ? തോമസ് ചാണ്ടിയാണ് MP. അതെ, തോമസ് ചാണ്ടിയാണ് തോന്നുന്നത്. ഫ്രാൻസിസ് ജോർജ് അല്ല, സോറി, മാറിപ്പോയി. സോറി, എന്നോട് ക്ഷമിക്കൂ. ഫ്രാൻസിസ് ജോർജ് ആണ്. തോമസ് ചാഴിക്കാടനാണോ ഉദ്ദേശിച്ചത്? തോമസ് അല്ല, ചാഴിക്കാടനൊക്കെ പൊട്ടി. ഫ്രാൻസിസ് ജോർജ്. തോമസ് ചാണ്ടി ഇല്ലെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയിലെന്നോട് തോമസ് ചാണ്ടി അല്ലല്ല, അതിൽ അങ്ങനെ ഒരു സംഭവം കേട്ടോ. പൊട്ടത്തര പറഞ്ഞത്, ക്ഷമിക്കണേ. തോമസ് ചാണ്ടി ഇല്ല, ചാഴിക്കാടനുണ്ട്. MP ഫ്രാൻസിസ് ജോർജ് ആണ്. ഫ്രാൻസിസ് ജോർജ് ഒരു കോൺഗ്രസ് ആയതുകൊണ്ടാണോ സംസ്ഥാന സർക്കാരിനൊരു ഇത് പുച്ഛം? അപ്പൊ എന്തായാലും അത് അല്ല. അപ്പൊ ഏറ്റവും ഒരു മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രിയല്ല, മന്ത്രിയുണ്ട്. ഞങ്ങളുടെ വാസുദേവൻ മന്ത്രിയുണ്ട്. അതെ അതെ, മന്ത്രിക്കെങ്കിലും ഒരു നടപടി സ്വീകരിക്കാം. മന്ത്രിയുണ്ട്. തൊട്ടടുത്ത ഏറ്റവും ഒരു മന്ത്രി, കോട്ടയത്ത് നിന്നുള്ള ആകെയുള്ള മന്ത്രിയാ. ആ മന്ത്രി പോലും ഇത് മൗനം പാലിക്കുന്നു. അത് വളരെ ഗുരുതരമാണ്. അതെ. അപ്പൊ ഇത് ഞങ്ങൾ ഇത്തിരി തമാശത്തിലായപ്പോ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് നന്നാക്കുക, ഇല്ലെങ്കിൽ പൊളിച്ചു മാറ്റുക. ഫ്രാൻസിസ് ജോർജോ അല്ലെങ്കിൽ അവിടുത്തെ MLA നമ്മുടെ MLA ആണ് അല്ല, കോട്ടയത്തിന് അത് അല്ലല്ല, അത് വിവിധ സ്ഥലങ്ങളിലല്ല. കോട്ടയം സെൻട്രൽ എനിക്ക് കറക്റ്റ് അറിയില്ല. കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് MLA ഇല്ലല്ലോ. കോട്ടയം എന്ന് പറയുന്നത് ഇങ്ങനെ പല പല സ്ഥലങ്ങളാണല്ലോ. ആ പർട്ടിക്കുലർ സ്പേസ് അതാണ് എനിക്കും ഐഡിയ ഇല്ല. ഇങ്ങനൊന്നും പറയല്ല കേട്ടോ. നമുക്കൊന്നും അറിയത്തില്ല. തൊട്ടടുത്ത് ഏറ്റുമാനൂരുള്ളത് നമ്മുടെ വാസുദേവൻ സാറ്. അപ്പുറമുള്ള കാഞ്ഞിരപ്പള്ളിയിലല്ലോ, മണ്ണർകാടൊക്കെ ഉള്ളത് ചാണ്ടിയുമ്മൻ. അയ്മനത്തുള്ളത് തിരുവഞ്ചൂരുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓക്കെ. ആരാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. ആരാണ് അവിടുത്തെ MLA അടക്കം ഇതിനൊരു പരിഹാരം കാണുന്നേ ഉള്ളൂ. ഞങ്ങൾ പത്രമൊക്കെ വായിച്ച അറിവൊക്കെ നേടി വരുന്നത്. അതിന് ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു അറിവില്ലായ്മയൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും കറക്റ്റ് ആരാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഇച്ചിരി മാറിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ല. കോട്ടയം ഒത്തിരി മാറാണ് ഇവന്റെ വീട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് പരിഹരിക്കുക.
അതിൽ പച്ചക്കറി കൃഷിയെങ്കിലും തുടങ്ങും. രണ്ട് പാവയ്ക്കെങ്കിലും ഇടും, എന്റെ ട്രോൾ ചെയ്ത് 2 പാവയ്ക്കെങ്കിലും കയറ്റി വിടും. തീർച്ചയായിട്ടും. ജനങ്ങളുടെ ജീവിതം വെറുതെ നിങ്ങൾ ഇങ്ങനെ നരകതുല്യമാക്കരുത്. ഓക്കെ.